ചൈനീസ് എവർഗ്രീൻ പ്ലാന്റുകളാണ് അഗ്ലോണിമ ചെടികൾ. അഗ്ലോണിമ ചെടിയിൽ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളുണ്ട്. പല വർണ്ണങ്ങളായിട്ടുള്ള അഗ്ലോണിമകളല്ലാതെ തന്നെ ഗ്രീൻ വെറൈറ്റിയിലും നല്ല വിലപിടിപ്പുള്ള ഭംഗിയുള്ള ചെടികളുണ്ട്. അതിൽ ഒരു ഐറ്റമാണ് അഗ്ലോണിമ റിഫ്ലക്ടർ. അഗ്ലോണിമ റിഫ്ലക്ടർ വീടിൻ്റെ ഉമ്മറത്തൊന്ന് വളർന്നു കഴിഞ്ഞാൽ തന്നെ അത് കാണാൻ ഭയങ്കര ഒരു സന്തോഷമാണ് നമുക്ക്. ഇത് അത്യാവശ്യം നല്ല ബുഷിയോടെ വളരുന്ന ഒരു പ്ലാന്റ് ആണ് താനും. ഈ ഒരു പ്ലാന്റ് നമ്മൾ നല്ല സെറാമിക്കിൻ്റെ ഭംഗിയുള്ള പോട്ടിൽ നട്ടുകൊടുത്ത് ചെറിയ രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്താണ് സെറ്റ് ചെയ്യുന്നത് എങ്കിൽ ആ ചെടി നല്ല ബുഷിയായി ആ ചട്ടി ഇങ്ങനെ നിറയെ പ്ലാന്റ് ആയിട്ട് നിൽക്കുന്നത് കാണാം. മാത്രവുമല്ല, പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു പ്ലാന്റ് അല്ല അഗ്ലോണിമ റിഫ്ലക്ടർ. ഈ പ്ലാന്റ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന ബന്ധപ്പെടുക. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ആന്തൂറിയം പ്ലാന്റ് ആണ്. ആന്തൂറിയം പ്ലാന്റ് നമുക്ക് ഇതുപോലെ നന്നായി ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ്. അതും മിനിയേച്ചർ പ്ലാന്റ്. ഇത് നമുക്ക് വീടിൻ്റെ ഏത് ഭാഗത്തും സെറ്റ് ചെയ്തെടുക്കാം. നല്ലൊരു സെറാമിക് പോട്ടിലാണ് ഞാൻ ആന്തൂറിയം ചെടി നട്ടിട്ടുള്ളത്. ഇതുപോലെ നല്ല ഭംഗിയുള്ള പോട്ട് തിരഞ്ഞെടുത്ത് ആന്തൂറിയം ചെടി അതിൽ നമ്മൾ നട്ടുകൊടുത്ത് വീടിൻ്റെ അകത്തൊക്കെ നമുക്ക് നല്ല ഭംഗിയോടെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടിയാണ് ആന്തൂറിയം. ആന്തൂറിയം ചെടികൾ നമ്മുടെ കയ്യിൽ പിങ്ക്, വൈറ്റ്, റെഡ് എന്നീ കളറുകൾ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ആന്തൂറിയം ചെടിയും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന കോൺടാക്റ്റ് ചെയ്യുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അഗ്ലോണിമ പിങ്ക് ചാന്തങ്ങ് എന്ന പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പോട്ടിലാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നല്ല വൈറ്റ് പോട്ടിൽ പിങ്കും ഗ്രീനും യെല്ലോ എല്ലാം കൂടെ ചേർന്ന് മിക്സ് ആയ ഒരു കളറാണ് അഗ്ലോണിമ ചാന്തങ്ങ്. ഈ ഒരു അഗ്ലോണിമ പ്ലാന്റും നമ്മുടെ കയ്യിൽ ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പിങ്ക് ഡാൽമേഷ്യൻ. അഗ്ലോണിമ ചെടികളിൽ അത്യാവശ്യം ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് പിങ്ക് ഡാൽമേഷ്യൻ. ഇതിൽ ഗ്രീൻ ലീഫുകളിൽ നല്ല പിങ്ക് കളറ് സ്പ്രെഡായി വന്ന് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. നല്ല ബുഷിയായി വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് പിങ്ക് ഡാൽമേഷ്യൻ. ഈ ഒരു ചെടിയും അത്ര പെട്ടെന്ന് നശിച്ചു പോകുന്നൊരു പ്ലാന്റ് അല്ല. ഇതിൻ്റെ വേരുകളൊക്കെ അത്യാവശ്യം കട്ടിയുള്ള വേരുകളാണ്. അഗ്ലോണിമ ട്രൈ കളറാണിത്. കണ്ടില്ലേ, നല്ല ക്രീം കളറും പിങ്ക് കളറും ഗ്രീനും വൈറ്റും എല്ലാം കൂടെ മിക്സാണ് ഈ ഒരു ചെടിയിൽ. ഈ ഒരു ചെടി തന്നെ നമുക്ക് നല്ല ഒരു ഭംഗി തരുന്ന ചെടിയാണ് കേട്ടോ. എല്ലാ കളറും കൂടെ മിക്സ് ആയതുകൊണ്ട് തന്നെ കാണാൻ തന്നെ നമുക്ക് ആ ചെടി ഒരു പ്രത്യേകതയുണ്ട്. ഇനിയുള്ള ഈ ഒരു അഗ്ലോണിമ നോർമൽ പ്ലാന്റ് ആണ്, പക്ഷേ ഇതിൻ്റെ ഭംഗിയും ഒന്ന് വേറെ തന്നെയാണ്. നല്ല പിങ്ക് കളറും ഗ്രീനും കൂടെ മിക്സായ നല്ല നീളൻ ലീഫുകളായിട്ടുള്ള ഒരു അഗ്ലോണിമയാണിത്. അഗ്ലോണിമ ചെടിയിലെ അതിമനോഹരിയായ ഒരു പ്ലാന്റാണ് സ്റ്റാർഡസ്റ്റ്. സ്റ്റാർഡസ്റ്റ് വളരും തോറും ലീഫുകൾ ഇങ്ങനെ ഇതുപോലെ ഒരു ബ്ലാക്ക് കളർ ഇങ്ങനെ സ്പ്രെഡായിട്ട് ഗ്രീനും നല്ല റെഡും കൂടെ മിക്സാണ് ഈ ഒരു ചെടിയിൽ. ബ്ലാക്ക് എന്ന് ഉദ്ദേശിച്ചത് നല്ല ഡാർക്ക് കളറ്, ഒരു ഇരുട്ട് മൂടിയ പോലെയാണ്. നിങ്ങൾ ചെടിപ്രേമികളാണെങ്കിൽ നിങ്ങളുടെ ഗാർഡനിൽ എന്തായാലും അഗ്ലോണിമ സ്റ്റാർഡസ്റ്റ് നിർബന്ധമാണ്. അങ്ങനെ പറയാൻ കാരണം തന്നെ അത്രയും ഭംഗിയുള്ള ഒരു പ്ലാന്റ് ഇല്ലാതെ പിന്നെ എന്ത് ഗാർഡൻ. ഇനിയുള്ളത് പനാമയാണ് കേട്ടോ. പനാമ ചെടികൾ എന്നും ഒരു വെറൈറ്റി പ്ലാന്റുകളാണ്. ഇതിൻ്റെ ലീഫുകളുടെ ഷേപ്പും അതുപോലെ ഇതിൻ്റെ ഡിസൈനൊക്കെ വളരെ ഭംഗിയുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പനാമ ചെടി ഇല്ലാതെ പിന്നെ എന്ത് അഗ്ലോണിമ കളക്ഷൻ. ഇനിയുള്ളത് അഗ്ലോണിമ പീച്ച്. നല്ല പീച്ച് കളറായിട്ട് നല്ല ഭംഗിയുള്ള ചെടി തന്നെയാണ് ഈ ഒരു അഗ്ലോണിമയും. ഇതും നമ്മൾ നട്ടുകൊടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള പോട്ടിൽ വേണം നട്ടുകൊടുക്കാൻ. നല്ല ഭംഗിയുള്ള സോഫ്റ്റായ ഒരു കളറാണ് ഈ ചെടിക്കുള്ളത്. ഇനിയുള്ളത് ബോക്സർ പ്ലാന്റ് ആണ്. ബോക്സർ പ്ലാന്റിനെ കുറിച്ച് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വരാന്തയുടെ രണ്ടറ്റത്തൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല ബുഷിയായി വളരുന്ന ഒരു പോട്ട് നിറയെ തഴച്ച് വളരുന്ന ഒരു പ്ലാന്റാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഭംഗിയും ഒന്ന് വേറെ തന്നെയാണ്.
ഇനിയുള്ളത് എമറാൾഡ് പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള നല്ല കളർഫുള്ളായി വരുന്ന ഒരു പ്ലാന്റാണ്. ഇതും നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റും അതുപോലെ തന്നെ സ്മാൾ പ്ലാന്റൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ആവശ്യമുള്ളവർ വാട്സപ്പ് മുഖേന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഉദിച്ചു വരുന്ന സൂര്യൻ്റെ ഭംഗി പോലെയാണ് സെൻ സ്റ്റാർ. ഇത് ബോക്സർ പ്ലാന്റിൻ്റെ ഒരു സെയിം രീതിയിലുള്ള പ്ലാന്റ് ആണെങ്കിൽ പോലും അതിൻ്റെ തളിരിലകൾ വരുന്ന കൂടുതൽ റെഡിഷ് ആയിട്ട് വരും. ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റാണ്. ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനിയുള്ളത് അഗ്ലോണിമ പിങ്ക് ചാന്തങ്കിൻ്റെ തന്നെ പ്ലാന്റുകളാണ് കേട്ടോ. ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റുകളൊക്കെ നമ്മുടെ സെയിലിന് റെഡിയായി കിടക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനി നമ്മുടെ കയ്യിലുള്ളത് ക്യാൻഡി പ്ലാന്റ് ആണ്. വൈറ്റ് ക്യാൻഡി, റെഡ് ക്യാൻഡി ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമ്മുടെ കയ്യിലുള്ളത് റെഡ് പിക്കോക്ക് ആണ് കേട്ടോ. റെഡ് പിക്കോക്ക് നല്ല ബുഷിയായി വളർന്ന പ്ലാന്റ് ആണ്. നല്ല റെഡിഷ് കളർ കൂടുതൽ സ്പ്രെഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനി അധികം വെറൈറ്റി അല്ലാത്ത സാധാരണ പ്ലാന്റ്, അതുപോലെ തന്നെ ബിഗ് റോയ് പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ബിഗ് റോയ് പ്ലാന്റും മറ്റുള്ള പ്ലാന്റുകളെ പോലെ തന്നെ നല്ല ഭംഗിയുള്ള കളർഫുള്ളായ പ്ലാന്റാണ്. നല്ല വലിയ പോട്ടിൽ നട്ടുകൊടുത്ത് നമ്മുടെ വരാന്തയിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റാണ്. ഇനി സാധാരണപ്പെട്ട പിങ്ക് ലിപ്സ്റ്റിക്ക്, ഗോൾഡൻ ലിപ്സ്റ്റിക്ക് എന്നീ പ്ലാന്റുകളൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നല്ല ഹെൽത്തിയായ പ്ലാന്റുകളാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത്. എന്തായാലും ഇന്ന് കാണിച്ച ഈ ഒരു ചെടികളല്ലാതെ നമ്മുടെ കയ്യിൽ പല വെറൈറ്റീസ് അഗ്ലോണിമകളുണ്ട്. ആവശ്യമുള്ളവർ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി, നമസ്കാരം.